നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ നല്ലൊരു ആരോഗ്യമുള്ള ലോകത്തെ വളർത്തിയെടുക്കണമെന്നുള്ളത്. നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. എന്നിരുന്നാൽ കൂടി അവിടെയായാലും നമുക്ക് ആരോഗ്യത്തിന് നല്ലതുപോലെ അത്യാവശ്യമാണല്ലോ. പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മൾ മാലിന്യങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് എത്ര സമ്പത്തോ പേരും ഉണ്ടായാലും കാര്യമില്ല. നമുക്ക് അതിനനുസരിച്ചുള്ള വൃത്തിയോ അതിന് മാലിന്യമില്ലാത്ത രീതിയിൽ ആയാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ധാരാളം മാലിന്യങ്ങൾ പുറന്തള്ളുന്നുണ്ട്. അതോടൊപ്പം കൂടി തന്നെ ധാരാളം അസുഖങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ കൂടുതലായും ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഗ്രാമങ്ങളുടെ വികസനമാണല്ലോ ഇന്ത്യയുടെ വികസനം. അപ്പോൾ നമ്മൾ ഈ ഗ്രാമങ്ങളൊക്കെ എത്ര മലിനമാകുന്നുവോ അത്രയും തന്നെ ഇന്ത്യയും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പേരും ഗ്രാമത്തിലാണ് പണ്ടൊക്കെ. പക്ഷെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ പകുതി മുക്കാലും ആൾക്കാർ ഈ സിറ്റിയിലൊക്കെ മറ്റുമൊക്കെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് നമുക്ക് ധാരാളം മാലിന്യങ്ങളാണ് ഇന്ന് നമ്മുടെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിയന്ത്രിക്കാനും അതിനെ റീസൈക്കിൾ ചെയ്യാനും അതിനൊക്കെ വേണ്ടി തന്നെ. പക്ഷേങ്കിൽ അതൊന്നും അവർക്ക് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനു വേണ്ടി കോടതിയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് സുഖകരമാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമുക്ക് തിരിച്ചടിയായി വരുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പ്ലാസ്റ്റിക്. ഇന്ന് പ്ലാസ്റ്റിക് തന്നെയാണ് ഏറ്റവും മലിനമായി കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് തന്നെ എടുത്ത സാധനങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മണ്ണിൽ ലയിച്ചു ചേരുന്നവയായിരുന്നു, പ്രകൃതിയിൽ നിന്ന് തന്നെ എടുക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. പല കെമിക്കൽസും കൂട്ടിയിട്ടില്ലേ ഓരോ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മണ്ണിൽ ലയിച്ചു ചേരാത്തവയായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്ലാസ്റ്റിക് എത്ര വർഷം കഴിഞ്ഞാലും ലയിച്ചു ചേരുകയില്ല. അത് മണ്ണിലും മറ്റും പോവുകയാണെങ്കിൽ അത് ചെടികൾക്കും മറ്റും ഭീഷണിയായും വരുന്നു ഭാവിയിൽ. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ഓർക്കണം, ഇവിടെ പ്ലാസ്റ്റിക് അല്ല വില്ലൻ. കാരണം വലിച്ചെറിയുന്ന മനുഷ്യർ തന്നെയാണ് വില്ലൻ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇത് നോക്കേണ്ടത്. കാരണം പ്ലാസ്റ്റിക് എത്ര ഉപകാരമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കാൻ സാധിക്കുക. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെ എളുപ്പമാക്കാനും സഹായിക്കും. ഉദാഹരണത്തിന് ബാഗ്, ചെരുപ്പൊക്കെ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര വെയിറ്റ് ആയിരിക്കും. അത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വളരെ ഭാരം കുറവായിരിക്കും. അതൊക്കെ നമുക്ക് വളരെയേറെ ഉപകാരം തന്നെയാണ്. പിന്നെ ബാഗ്, ചെരുപ്പ്, പാത്രങ്ങൾ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ ഈ ഹോസ്പിറ്റലുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും അതുപോലുള്ള കടകളിൽ നിന്നുമൊക്കെ ധാരാളം മാലിന്യങ്ങളാണ് ഇന്ന് പുറന്തള്ളുന്നത്. അത് സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത രീതിയിലായി മാറിയിരിക്കുകയാണ്. ഇന്ന് ദ്രാവക രൂപത്തിലും അതുപോലെ തന്നെ വാതക രൂപത്തിലും ഇന്ന് മാലിന്യങ്ങളുടെ അളവ് ഒട്ടും കുറവല്ല. വാതക രൂപത്തിൽ പറയുകയാണെങ്കിൽ ധാരാളം കീടനാശിനികളാണ് ഓരോ ചെടിക്കും നമ്മൾ അടിക്കുന്നത്. അത് വികസനത്തിന്റെ പാതയിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ അടിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഓരോ ചെടിയും അതിൻ്റെ ഇത് തരാൻ വേണ്ടിയും അതിനൊക്കെ വേണ്ടി തന്നെ നമ്മൾ മനുഷ്യന്മാർ തന്നെ നമ്മൾ പൈസയ്ക്ക് വേണ്ടി നമ്മൾ ലോകത്തെ നശിപ്പിക്കുന്ന പോലെയാണ് ഇതിനൊക്കെ കാണുന്നത്. അതെന്ന് പറയുമ്പോൾ ഈ കീടനാശിനികളൊക്കെ ഈ പുഴയിലേക്ക് മറ്റും ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ധാരാളം പുഴകളാണ് ഇന്ന് നശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുഴകളിലെ വെള്ളം നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരളം തന്നെ നോക്കിയാൽ പോരെ, നമുക്ക് 44 നദികളുണ്ട്. അതിൽ എത്രണ്ണമാണ് ശുദ്ധജലം? അത് നമുക്ക് വിരലെണ്ണാൻ പറ്റുന്നത് മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് വാതക രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈ ഫാക്ടറികൾ തന്നെയാണ് ഇവിടെയും വില്ലനായി വരുന്നത്. കാരണം ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന മലിനവായു അത് അന്തരീക്ഷത്തിൽ പോവുകയാണ് ചെയ്യുക.
അത് കൂടാതെ വണ്ടികളിൽ നിന്നുമൊക്കെ കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറന്തള്ളുന്നു. അതെന്ന് പറയുമ്പോൾ വളരെ നമുക്ക് ഡേഞ്ചറസ് തന്നെയാണ്. കാരണം ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ അത് പുതപ്പ് പോലെ നിൽക്കുന്നു. അങ്ങനെ ഭൂമിയിൽ സൂര്യനിൽ നിന്നും വരുന്ന ചൂട് ഭൂമിയിലേക്ക് കുറെ അധികം എത്തുകയും അത് പുറത്തു പോകാത്ത രീതിയിൽ ആയി കഴിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആഗോളതാപനം ഉണ്ടാവുന്നത്. അതും ഭാവിയിൽ വലിയൊരു ഭീഷണി തന്നെയാണ് മനുഷ്യ സമൂഹത്തിനും അതുപോലെ തന്നെയുള്ള ജീവികൾക്കും ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ഈ ഫാക്ടറികളിൽ നിന്നും ധാരാളം മലിനജലവും ഈ പുഴകളിലേക്കും മറ്റുമൊക്കെ പോകുന്നത് വിഷമകരം തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ സയന്റിസ്റ്റുകൾ ചില ഐഡിയകളൊക്കെ പറയുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഈ ജനങ്ങൾക്ക് മാത്രം ജീവിക്കാനും പിന്നെ ഈ ഫാക്ടറികളൊക്കെ അങ്ങ് അന്തരീക്ഷത്തിൽ ചൊവ്വയിലേക്കും മറ്റും സ്ഥാപിക്കാനൊക്കെ പ്ലാനുകളൊക്കെ ഇടുന്നതായി കേൾക്കുന്നുണ്ട്. അതെത്ര സത്യമാവെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് അതുവരെയെങ്കിലും നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശ്നം നിർത്തുന്നു. നന്ദി.